രണ്ടാമത്തെ സീനിൽ ഭീമൻ കല്യാണ സൗകര്യം കൊണ്ടുവരുമല്ലോ. ഞാൻ നോക്കാൻ നേരത്തെ ഈ ഭീമൻ ഒരു കയ്യിൽ കല്യാണ സൗകര്യവും മറ്റേ കൈ ഐഫോണും. ഏത് ഭീമനാണ് ഐഫോണും കൊണ്ട് സ്റ്റേജിൽ വരുന്നത്? നിനക്ക് എന്തിന്റെ കുഴപ്പമാണ് സന്ദീപ്? നീ കൊല്ലാൻ കൊടുക്കാൻ വേണ്ടി തന്നെ നീ എന്തിനാ ഐഫോൺ കൊണ്ട് വഴക്ക് പറയും. എവിടെ നിന്നാ നീ EMI ഇട്ടാണ് നീ ഐഫോൺ എടുത്ത? നീ ഒരു വാക്ക് പറയാത്തത് എന്റെ അടുത്ത്. നീ എവിടെ നിന്നാണ് ഏതെങ്കിലും ബാലക്കാരുടെ കയ്യിലുണ്ടാ ഐഫോൺ? ഐഫോൺ അതാ വഴക്ക് പറയല്ലേ അണ്ണാ. എന്റെ ഭാര്യ 3ാമത് ഗർഭിണിയാണ്. 6ാം മാസം നടപ്പാണ് അറിയാം. അതും പോട്ടെ, മൂന്നാമത്തെ സീനിൽ തോഴിമാരെല്ലാരും കൂടെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുമായിരുന്നു. ഞാൻ നോക്കാൻ നേരത്തെ ഈ ഭീമൻ അതിന്റെ ഇടക്കൂടെ കുറ്റിപ്പീടിയും വലിച്ചോണ്ട് പോകും. ഒരു ഭീമന് ചേർന്ന പ്രവൃത്തിയാണോ ചെയ്ത്? സന്ദീപ്, നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? കുറ്റിപിടി കളിച്ചോണ്ട് നീ വേദന എന്തുവാണ് നീ കാണിക്കുന്നത്? അണ്ണാ എന്നെ വഴക്ക് പറയല്ലേ. എന്റെ ഭാര്യ 3ാമത് ഗർഭിണിയാണ്. 6ാം മാസം അവർക്ക് നടപ്പാണ് അറിയാമോ? സന്ദീപ് ഞാനും ഇയാളും കൂടെയാണോ നിങ്ങളുടെ കല്യാണം നടത്തി തന്നെ? അല്ലല്ല. ആണോ? അല്ല. പിന്നെ 6ാം മാസം ഞങ്ങൾ അറിയിക്കേണ്ട കാര്യം തോന്നുന്നു. 6ാം മാസം നീ കൊണ്ടുപോകണം പലഹാരം കൊണ്ട്. ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല. 6ാം മാസം അറിയിപ്പും കൊണ്ട് നടക്കുന്നു. ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് കാണിക്കുന്നു. ഒരു സെക്കൻഡ്, ഒരു കോള് വരുന്നു. ഹലോ. അയ്യോ ഇല്ല ഇല്ല ഇല്ല, ഞാൻ വരുന്നില്ല. ഇല്ല, ഞാൻ ചെയ്യത്തില്ല. ഇല്ല ഇല്ല ഇല്ല, ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യത്തില്ല. വെച്ചേര്. കമ്മിറ്റിക്കാരും വല്ലോണോ? കീഴേരി അമ്പലത്തിലെ കമ്മിറ്റിക്കാരും അവിടെ ഒരു പരിപാടി സ്പോൺസർ ചെയ്യാം. ഏത് അമ്പലത്തിൽ കൊടി കയറിയാലും കൊച്ചിച്ചനാണ് ഇടി. ഞാൻ എന്തിനാണ് ഇടി എല്ലാം കൂടെ? ഈ കൊപ്ലേഷ് കാരണമാണ്. ഈ കൊപ്ലേഷാണ് പരിപാടി മൊത്തം. നിങ്ങൾ എന്താ ഈ സംസാരിച്ച്? കൊപ്ലേഷ് ഈ നിൽക്കുന്ന നടൻ കൊപ്ലേഷാ. ഇയാൾ ആരാന്നറിയാമോ മുതലാളിക്ക്? ഈ നിൽക്കുന്ന നടൻ ആരാന്നറിയാമോ? ആരാടാ? ആരാവി. നീ ഒരു ദിവസം എന്റെ ക്യാമ്പിൽ വന്ന് എന്റെ അടുത്ത് വേഷം ചോദിച്ചല്ലാതെ നീ ആരാന്ന് എനിക്കറിയില്ല. നീ ഇവിടെ വന്ന കഴക്കൂട്ടത്തെ പറഞ്ഞതിന്റെ വീട്. കഴക്കൂട്ടെന്നാ ഞാൻ രാജഗുരുന്റെ കേസല്ലേ പറഞ്ഞു. അവനെ തെറ്റിച്ചതെന്നാ. കഴക്കൂട്ടത്തെ പറഞ്ഞതിന്റെ വീട്. രാജഗുരു രണ്ടാമത്തെ കഴക്കൂട്ടത്തെ പറഞ്ഞതിന്റെ വീട്. കഴക്കൂട്ടത്തെ കഷ്ടത്തിന്റെ ഇടയിൽ കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ പരിപാടി കാര്യം. അവനൊരു സ്പോൺസറുടെ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടാ. ഒരു സ്പോൺസറുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റിയ വാക്കാണ് ഈ കൊപ്ലേഷ് പറഞ്ഞത്. എന്റെ ഉച്ചമൂടുത്തമാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അമേരിക്കയിൽ നിനക്ക് ഞാനൊരു പരിപാടി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇവന്റെ ഈ ഒറ്റ വാക്കിൽ ആ പരിപാടി ക്യാൻസൽ. നിനക്ക് എന്തിന്റെ കുഴപ്പമാ? കഴപ്പം പിടിച്ച നിന്റെ കഷക്കാരനെ എന്റെ അമേരിക്കയിൽ ഒബാമയായിട്ടുള്ള മീറ്റ് പണിയില്ലാതായത്. അറിയാതെ പോയി. എന്തിനാണ് നീ അത് പറയേണ്ട കാര്യം തോന്നുന്നു? നിനക്ക് കഴക്കൂട്ടത്തുള്ള അജി അറിയാവടാ? എടാ, കഴക്കൂട്ടത്തെ തയ്യൽ മില്ല് നടത്തുന്ന അജി നിനക്ക് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഞാനൊരു ഈ കഴക്കൂട്ടത്തുള്ള അജി ആരാണ്? എന്റെ കൊച്ചൻ. അത് നിങ്ങൾ അറിഞ്ഞാ പോരെ. അറിയേണ്ട കാര്യം കുറിക്കേണ്ട കാര്യം അല്ലെ? എന്റെ കൊച്ചിന് ചിലപ്പോ ഇവന്റെ അച്ഛൻ അറിയാൻ പറ്റും. ഇവന്റെ അച്ഛനാരും അത് പറയണേ. എന്റെ അച്ഛൻ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. കുഞ്ഞുനാൾ എന്റെ അച്ഛൻ അങ്ങ് കൽക്കട്ടയിലായിരുന്നു. മാസാവസാനം വരുന്ന കൽക്കട്ടയിൽ നിന്ന് ഓരോ സമ്മാന പൊതിയുമാണ് എന്റെ അച്ഛന്റെ ഓർമ്മ. മാസാവസാനം കൽക്കട്ടയിൽ നിന്ന് ഓരോ സമ്മാന പൊതിയുമായിരുന്നു എന്റെ അച്ഛന്റെ ഓർമ്മ. എന്റെ അച്ഛന്റെ സമ്മാന പൊതി കൊണ്ട് ഇവിടെ ഇറങ്ങിക്കൊള്ളേ. നീ എന്തോന്നാണ് പറയുന്നത്? ഇതിന്റെ പകുതി അവനെ സ്റ്റേജ് കാണിച്ചിരുന്നെങ്കിൽ ഇവിടെ നിൽക്കേണ്ട അവസ്ഥ. പകുതി അവന് വരുന്നു കുറച്ചു പേര്.